ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ കല്ലുട്ടീൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു 3-4 ദിവസമായി. അപ്പം നമുക്കിന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ അപ്പോൾ നമ്മുടെ കല്ലുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ഉണ്ടോ. അൺബോക്സിങ് ചെയ്യുന്ന എല്ലാവരും വീട്ടിലെല്ലാവർക്കും ക്ഷമയില്ലാത്തത് കാരണം എല്ലാവരും പൊട്ടിച്ചൊന്ന് കണ്ടിരുന്നു കേട്ടോ ഡ്രസ്സൊക്കെ. അപ്പം ഞാനൊന്നും കണ്ടിട്ടില്ല. അപ്പം ബർത്ത്ഡേ കഴിഞ്ഞ് വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ആയിട്ട് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് പനിയായിപ്പോയി. അപ്പോൾ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. അപ്പം വലിയ ഗിഫ്റ്റൊക്കെ കാണാം. അപ്പം അങ്ങനെ അച്ഛനും അമ്മയായ ഞങ്ങൾ കല്ലുമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റാണ് വളയാണ്. ഞങ്ങൾ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് 1ാം പിറന്നാളായതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം അവളുടെ കറക്റ്റ് സൈസിലും ഒരെണ്ണം കുറച്ച് വലുപ്പത്തിലും ഞങ്ങൾ അവൾക്ക് എടുത്തിട്ടുണ്ടായിരുന്ന വള. അപ്പോൾ ഇതാണ് ഞങ്ങൾ അവൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ ഒരു ചോക്ലേറ്റും കൂടെ ആയിരുന്നു ഞങ്ങളുടെ ഗിഫ്റ്റ്. അപ്പം നമ്മുടെ കല്ലുവിൻ്റെ ആദ്യത്തെ ഗിഫ്റ്റ് ബർത്ത്ഡേയുടെ അന്ന് നമ്മൾക്ക് ആദ്യം കിട്ടിയ കല്ലുവിൻ്റെ ഗിഫ്റ്റാണ്. ഇതൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കല്ലുവിൻ്റെ അപ്പൂപ്പൻ കൊടുത്തതാണ് കേട്ടോ. അതായത് എൻ്റെ കൊച്ചച്ഛൻ കൊടുത്തതാണ് കല്ലുകുട്ടിക്ക്. ഒരു കാറാണ് കേട്ടോ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളിയായിരുന്നു. അവൾ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ അത് കയറി ഓടിക്കാനൊക്കെ പേടിയാണ്. എന്നെങ്കിലും ഇടയ്ക്കൊക്കെ കയറിയിരുന്ന് നമ്മളിങ്ങനെ ഓടിപ്പിക്കും കേട്ടോ അവളെ. അപ്പം ഇതായിരുന്നു ഒരു ബിഗ് സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അവളുടെ മാമൻ കൂടി, അതായത് എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ കീർത്തിയുടെ ചേട്ടൻ, അവൻ കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് ഈ പച്ച വണ്ടി. ഇത് പക്ഷെ കയറിയിരുന്ന് കല്ല് തന്നെ നടക്കാറായില്ല. അതുകൊണ്ട് അവൾ അതിലിരുന്ന് കഴിഞ്ഞാൽ സൈഡിലേക്ക് വീഴും. അതുകൊണ്ട് അത് പിടിച്ച് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കും കേട്ടോ. അത് നിന്നുകൊണ്ട് കയറി ഇരിക്കത്തില്ല. പിന്നെ കുഞ്ഞ് ജീപ്പ്, ഈ കുഞ്ഞ് ജീപ്പും നമ്മുടെ കല്ലുമ്മയുടെ ഗിഫ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കാണാൻ നല്ലതാണ്. നമ്മുടെ കല്ലുമ്മയ്ക്ക് ആദ്യം കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ഈ ഒരു ഫ്രെയിമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ കല്ലുമ്മയുടെ ബർത്ത്ഡേ ആകുന്നതിന് മുമ്പ് 2-3 ദിവസം മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഒരു ചേച്ചി അയച്ചു തന്നതാണ് കേട്ടോ. അയച്ചു തന്നില്ല, ഏട്ടനെ കൊടുത്തു വിട്ടതാണ് വർക്ക് ചെയ്യുന്നപ്പോഴത്തേന്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നത് ചേച്ചിയാണ് കേട്ടോ. അപ്പം ചേച്ചി കല്ലുമ്മയ്ക്ക് വേണ്ടിയിട്ട് വരാൻ പറ്റാത്തത് കാരണം നേരത്തെ കൊടുത്തയച്ചിട്ടതാണ്. പിന്നെ ഈ ഒരു ഫ്രെയിം നമ്മുടെ കല്ലുമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ 2 ഫ്രെയിമാണ് ആദ്യം ഗിഫ്റ്റ് കിട്ടിയത്. ആ വലിയ ഫ്രെയിമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കല്ലുമ്മയുടെ ഡ്രസ്സാണ്. അത് നമ്മുടെ കല്ലുമ്മയുടെ കൊച്ചച്ഛൻ കൊടുത്തയച്ച ഡ്രസ്സാണ്. ഗൾഫിലാണ് വരാൻ പറ്റാത്തത് കൊണ്ട് ഒരാളെ കൊണ്ട് കൊറിയർ അയപ്പിച്ചാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നൊരു ഡ്രസ്സാണ് അവൾ ബർത്ത്ഡേയുടെ അന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഇട്ടത് കേട്ടോ. പിന്നെ ഈ ഡ്രസ്സുകളൊക്കെ കല്ലുമ്മയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതാരൊക്കെ തന്നതാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ചിലത് മാത്രമേ ഉള്ളൂ എനിക്ക് ഓർമ്മ. ഇത് കുഞ്ഞമ്മ തന്നതാണ് കേട്ടോ. കാരണം നേരത്തെ കുഞ്ഞമ്മ എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ഇഷ്ടമായി എന്നുള്ളത് ചോദിച്ചിട്ട്. അപ്പം സൈസ് ചോദിച്ചിട്ട് അപ്പം അത് കുഞ്ഞമ്മ തന്നെയാണെന്ന് എനിക്കറിയാം. പിന്നെ എല്ലാവരും തന്നതൊന്നും എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. കാരണം തിരക്കായിരുന്നത് കാരണം ആരുടെയൊക്കെ ഏതൊക്കെയാണ് ചിലരുടെയൊക്കെ ഓർമ്മയുണ്ട് കേട്ടോ. ചിലതൊക്കെ ഞാൻ അവർ തന്നപ്പോൾ തന്നെ പൊടിച്ച് എല്ലാവരും നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അന്നേരം തന്നെ കണ്ടു. ഇതൊരു റെഡ് ഫ്രോക്കാണ് കേട്ടോ. ഇത് കുറച്ച് ഡിസൈനൊക്കെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ, അതുപോലെ തന്നെ ഒരു മിൻസം പോലൊക്കെയാണ് കേട്ടോ അത് വരുന്നത്. അടിപൊളിയാണ്. പിന്നെ എൻ്റെ സൗണ്ടിന് കുറച്ച് ഇതുണ്ടാവും, പനിയായത് കാരണമാണ്. പിന്നെ ഈ ഒരു ചെറിയൊരു യെല്ലോ പോലെ വരുന്നൊരു കളറ് ഫ്രോക്ക്. എല്ലാം കൂടുതലും ഫ്രോക്ക് ആണ് കിട്ടിയിട്ടുള്ളത്. ചിലതൊക്കെ നല്ല സോഫ്റ്റ് നെറ്റിന്, ചിലത് കുറച്ച് ഹാർഡ് നെറ്റ്, കുറച്ച് ഹെവി ആയിട്ട് വരുന്ന ഫ്രോക്കെല്ലാം ഹാർഡ് നെറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം കല്ലുമ്മയ്ക്ക് കൂടുതലും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഡ്രസ്സാണ്, അതും ഫ്രോക്ക്. പിന്നെ അല്ലാതെ മീഡിയം ടോപ്പൊക്കെ 1-2 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു പിസ്ത പച്ച കളർ ഫ്രോക്ക്. എല്ലാം സൂപ്പറായിരുന്നു കേട്ടോ. ഓരോന്നോരോന്ന് എടുക്കുമ്പോഴത്തേന് അടിപൊളിയാണ്. പക്ഷേ ഇതൊക്കെ ഇവിടെ ഇട്ടുകൊണ്ട് പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. കല്ലുമ്മ പെട്ടെന്ന് അംഗനവാടിയിലൊക്കെ പോകാൻ മാത്രം ആയാൽ മതിയായിരുന്നു. അതാകുമ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന കാണാമായിരുന്നല്ലോ. അപ്പോഴത്തേക്കിനും ഇതൊക്കെ ചെറുതായി പോകുമെന്ന് അറിയാൻ പാടില്ല. ചിലതൊക്കെ കുറച്ച് സൈസ് വലുതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇടാൻ പറ്റുമായിരിക്കും. പിന്നെ മറ്റേതൊക്കെ ഇപ്പോഴേ ഇടണം. പിന്നെ ഇതാണ് കേട്ടോ ഏറ്റവും സ്പെഷ്യലായിട്ട് കിട്ടിയ ഡ്രസ്സ്. കാരണം ഇതിൽ 2 എണ്ണം ഉണ്ടായിരുന്നു ഗൈസ്. ഇത് 2ഉം തന്ന ആളെ എനിക്കറിയാം. ഒന്നെൻ്റെ അപ്പച്ചി തന്നെയാണ്, ഒന്നെൻ്റെ നൻപൻ്റെ അമ്മയും കൊണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ആ 2 ഡ്രസ്സ് ഒരുപോലത്തെ ആയതുകൊണ്ട് എനിക്കറിയാം.
ഇതും കുറച്ച് ഹെവി ആയിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ, ഒരുമാതിരി പാർട്ടി വെയർ പോലത്തെ ഡ്രസ്സാണ്. അപ്പോൾ ഇതും അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോഴൊന്നും ഇത് കല്ലിന് ഇടാൻ പറ്റത്തില്ല, അതാണൊരു പ്രശ്നം. പിന്നെ ഈ ഒരു ഗിഫ്റ്റ് കല്ലൂട്ടിക്ക് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അനീഷ് ഏട്ടൻ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ചേട്ടൻ വരാൻ പറ്റാത്ത കാരണം ചേട്ടൻ ഏട്ടൻ്റെ കൊടുത്തു വിടുമായിരുന്നു കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഇതായിരുന്നു. ഓക്കെ, അഭിരാമി തന്നാണ് കേട്ടോ ഈ ഒരു ഏട്ടൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. ഇവരൊക്കെ ഏട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ ഇതൊക്കെ തന്നിട്ടുള്ളത്. അങ്ങനെ ഡോള് പിന്നെ കിട്ടിയിട്ടുള്ളതെല്ലാം അവൾക്ക് ടോയ്സ് ആണ് കേട്ടോ പിന്നെ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡോള് ഇത് ആണെങ്കിൽ മറ്റേ നമ്മുടെ ടി വിൻ്റെ സ്റ്റാൻഡിലൊക്കെ ഫിക്സ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ ഒരു റാബിറ്റ്. ഇത് ഞാൻ ആദ്യമേ കാണിച്ചായിരുന്നല്ലോ, മറന്നുപോയി ഗൈസ്. ഓക്കെ, കല്ലൂട്ടിക്ക് അപ്പോൾ എത്ര ഡ്രസ്സ് കിട്ടിയെന്ന് നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഇത് 19ാമത്തെ ഡ്രസ്സാണ് കേട്ടോ. ഇതാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ കിട്ടിയത്. ഓക്കെ, അപ്പം 19 ഡ്രസ്സ്. പിന്നെ ഒരെണ്ണം ആദ്യമേ അവളുടെ കൊച്ചച്ഛൻ അയച്ച് തന്നത് കൂടെ കൂട്ടി 20 ഡ്രസ്സാണ് ടോട്ടൽ കല്ലുമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. 20 ഡ്രസ്സും ഇതിലത്തെ 3 വണ്ടി, ബിഗ് മീഡിയം സ്മോള്. ഓക്കെ, അങ്ങനെ സൈസിൽ അവൾക്ക് ഒരു വണ്ടി, പിന്നെ ഗോൾഡ് ബാംഗിൾസ്, പിന്നെ 2 ഫ്രെയിം, അവളുടെ ഫോട്ടോ ഫ്രെയിം കൂടെയാണ് നമ്മുടെ കല്ലുമ്മയുടെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്. അപ്പോൾ അവളും ഹാപ്പി, നമ്മളും ഹാപ്പി. അപ്പം നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷന് കൂടിച്ചേർന്നവർക്കെല്ലാം ഒരുപാട് നന്ദി. നമ്മുടെ കല്ലുമ്മയ്ക്ക് വിഷസൊക്കെ നേർന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. സെലിബ്രേഷനിൽ പങ്കെടുത്തവർക്ക് ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ കല്ലൂട്ടീൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോ കാണാതിലേക്ക് എല്ലാവർക്കും ബൈ, സീ യു.